ഞങ്ങളുടെ നാട്ടിൽ കുറച്ചു കാലമായി, പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത്, ചെറുതും വലുതുമായ പെരുമ്പാമ്പുകളെ കാണുകയും പിടിക്കുകയും ചെയ്തതായുള്ള വാർത്തകൾ വാട്സപ്പിലൂടെയും പരസ്പരം പറഞ്ഞും ആളുകൾ അറിഞ്ഞതാണ്. മലമ്പ്രദേശങ്ങളിലും കാടുകളിലും സ്വൈരജീവിതം നടത്തിയിരുന്ന പെരുമ്പാമ്പുകൾ വളരെ വിരളമായി മാത്രമേ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരുന്നുള്ളൂ. എന്നാൽ കുന്നുകൾ ഇടിച്ചു നിരത്തി റോഡുകളാക്കുന്നതും അതിന്റെ മുന്നോടിയായുള്ള കാടുകൾ വെട്ടിത്തെളിക്കലുകളും കാരണം ആവാസ വ്യവസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങളും അതുവഴി അവയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇരകൾ നഷ്ടമായതുകൊണ്ടും ഇത്തരം ജീവികൾ നമുക്കിടയിലേക്ക് കൂടുതലായും ഇറങ്ങി വരുന്നു. കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇവയുടെ സാന്നിധ്യം നമ്മുടെ സ്വൈരജീവിതത്തിൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നതുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. നാട്ടിലെ പെരുമ്പാമ്പുകളുടെ സാന്നിധ്യം, അവയെപ്പറ്റി അറിയാൻ എനിക്ക് താല്പര്യമുണ്ടായി. ഗൂഗിളിന്റെയും ചില വീഡിയോകളുടെയും സഹായത്തോടെ അറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് രസകരവും കൗതുകകരവുമായി തോന്നി. ആ ചെറിയ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പാണ് പെരുമ്പാമ്പ് അഥവാ മലമ്പാമ്പ്. പൈത്തൻ മോളുറസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പെരുമ്പാമ്പുകളാണ് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. വിഷമില്ലാത്ത ഇനം പാമ്പുകളാണ് പെരുമ്പാമ്പുകൾ. ഏകദേശം 6 മീറ്ററോളം നീളവും 90 മുതൽ 100 കിലോ വരെ ഭാരവും ആണത്രേ ഒരു വലിയ പെരുമ്പാമ്പിന് ഉണ്ടാവുക. ഒറ്റയ്ക്കും ശാന്തവും നിശബ്ദരുമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ അപകടം തോന്നിയാൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഒളിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇന്ത്യയെ കൂടാതെ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. ചൂടും ഈർപ്പവും ഉള്ളതായ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഇവർ പുൽമേടുകൾ, ചതുപ്പുകൾ, വനംപ്രദേശങ്ങൾ, പാറക്കെട്ടുകൾ, കുറ്റിച്ചെടികൾ, മൺകൂനകൾ മുതലായവയിൽ കാണുന്നു. വിപരീത സാഹചര്യങ്ങളിൽ പൊള്ളകൾ, മാളങ്ങൾ, പാറകൾക്ക് താഴെ മരക്കൊമ്പുകൾ മുതലായവയിലും അഭയം പ്രാപിക്കാറുണ്ട്. വലിയ നീന്തൽക്കാരും മരം കയറ്റത്തിൽ വിദഗ്ധരുമാണ് പെരുമ്പാമ്പുകൾ. മഴക്കാലത്താണ് ഇവ മുട്ടയിടുക. 100ഓളം മുട്ടകൾ പെൺപാമ്പ് 60 മുതൽ 80 ദിവസം വരെ അടയിരുന്നാണ് വിരിയിക്കുന്നത്. കേരളം ഉഷ്ണമേഖലാ പ്രദേശമായതിനാൽ തണുപ്പ് മാസങ്ങളായ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലം പ്രജനന സ്വഭാവം ഇവ പ്രകടിപ്പിക്കാം. കുട്ടിപ്പാമ്പുകൾക്ക് ഉളി പോലത്തെ പല്ലുകൾ ഉണ്ടാകുമത്രേ. ഈ പല്ലുകൾ ഉപയോഗിച്ച് മുട്ടത്തോട് പൊട്ടിച്ചാണ് കുഞ്ഞുങ്ങൾ പുറം ലോകത്തേക്ക് ഇഴഞ്ഞിറങ്ങുന്നത്. പിന്നീട് ഈ പല്ലുകൾ കൊഴിഞ്ഞു പോകും. മുട്ടയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഇവ പല വഴിയിലേക്ക് ഇഴഞ്ഞു പോവാറാണ് ചെയ്യുന്നത്. മിക്കവാറും രാത്രി കാലങ്ങളിലാണ് പെരുമ്പാമ്പുകൾ ഇര തേടി ഇറങ്ങാറുള്ളത്. വാല് ഇളക്കി പതിയിരുന്ന് ക്ഷമയോടുകൂടി ഇരയെ ആകർഷിക്കാറാണ് ഇവറ്റകൾ ചെയ്യുന്നത്. അടുത്തെത്തുന്ന ഇരയെ ചാടിപ്പിടിച്ച് വലിഞ്ഞു മുറുക്കിയാണ് കൊല്ലുന്നത്. മരണം ഉറപ്പായ ശേഷം ഇരയുടെ തലഭാഗം മുതൽ വിഴുങ്ങാറാണ് പതിവ്. ദഹിക്കാത്ത നഖം പോലെയുള്ള ഭാഗങ്ങൾ വിസർജനം വഴി ഇവ പുറന്തള്ളുന്നു. ശരീര വലുപ്പമനുസരിച്ചാണ് ഇരപിടുത്തം. ചെറിയ പെരുമ്പാമ്പ് ഉറുമ്പുകൾ, പല്ലികൾ, പാറ്റകൾ തുടങ്ങിയ ചെറിയ ജീവികളെ വേട്ടയാടുമ്പോൾ പന്നികൾ, മുയലുകൾ, മാനുകൾ, കുരങ്ങുകൾ, പക്ഷികൾ മുതലായവയെ വലുപ്പമുള്ള പെരുമ്പാമ്പുകൾ ഇരയാക്കുന്നു. ശക്തരായ മൃഗങ്ങളെ ഇവ ഭക്ഷിക്കാറില്ലെങ്കിലും ഒരിക്കൽ ഒരു പെരുമ്പാമ്പിന്റെ വയറ്റിൽ പുലിയെ കണ്ടെത്തിയതായും പറയപ്പെടുന്നു. അത്തരത്തിലുള്ളവയെ ഭക്ഷിക്കില്ലെങ്കിലും കൊല്ലാനുള്ള കരുത്തുകൂടി ഇവയ്ക്കുണ്ട്. തലയോട്ടിയിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന താടിയെല്ലുകൾ ആയതിനാൽ തന്നേക്കാൾ വലിയ ഇരയെ വിഴുങ്ങാൻ ഇവയ്ക്ക് സാധിക്കുന്നു. വളരെ അപൂർവമായി മനുഷ്യനെയും ഇവർ ഇരകളാക്കിയിട്ടുണ്ട്. വലിയ മൃഗങ്ങളെ വിഴുങ്ങി സ്വയം മരണം വരിച്ച പെരുമ്പാമ്പുകളും ഉണ്ട്. വലുപ്പമേറിയ ഇരയെ ആഹാരമാക്കിയാൽ മാസങ്ങളോളം ഭക്ഷണമില്ലാതെ ജീവിക്കാനും പെരുമ്പാമ്പിന് കഴിയും.
മറ്റുള്ള ഉരഗങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണം ദഹിപ്പിക്കുവാൻ ഇവർക്ക് അല്പം സമയമെടുക്കാറുണ്ട്. പെരുമ്പാമ്പുകൾക്ക് 2 നിരകളിലായി മൂർച്ചേറിയ പല്ലുകളുണ്ടത്രേ. അതുകൊണ്ട് തന്നെ വിഷമില്ലെങ്കിലും കടികിട്ടിയാൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കുവാനും ഞരമ്പുകൾ മുറിയാനും വേദനയോടു കൂടിയ വ്രണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുവാനും ഇവയ്ക്ക് കഴിയുന്നു. 70 മുകളിലായി ചെറുതും വലുതുമായ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന മൂർച്ചയേറിയ പല്ലുകൾ വായുടെ ഉൾഭാഗം വരെ ഉള്ളതിനാൽ ഇരയെ അകത്തേക്ക് തള്ളുവാൻ വളരെ എളുപ്പത്തിൽ ഇവർക്ക് സാധിക്കുന്നു. വലുപ്പത്തിനനുസരിച്ചുള്ള ശരീരഭാരം ഉള്ളതിനാൽ ഏകദേശം 2 മുതൽ 2.5 കിലോമീറ്റർ ദൂരം വരെയേ ഇവ സഞ്ചരിക്കുകയുള്ളൂ. അകലേക്കുള്ള കാഴ്ചശക്തി കുറവാണെങ്കിലും എത്ര വലിയ ഇരുട്ടിലും ഇരയുടെ ചൂട് സെൻസ് ചെയ്ത് അകലവും വലുപ്പവും കൃത്യമായി ഇവർ മനസ്സിലാക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും പരിചയസമ്പത്തും ചില അടയാളങ്ങൾ നോക്കിയും പെരുമ്പാമ്പിനെയും വിഷപ്പാമ്പായ അണലിയെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ത്രികോണാകൃതിയിലുള്ള തലയും അല്പം ഉയർന്ന മൂക്കും ചേനയുടെ തണ്ടിൽ കാണുന്ന ഡയമണ്ട് ആകൃതിയിലുള്ള പുള്ളികളും, ആ പുള്ളികൾ ശരീരത്തിന്റെ ഇരുവശങ്ങളിലും തൊടാതെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതും, തടിച്ച ശരീരവും വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ് നീളമുള്ള വാലും നന്നായി ചുരുണ്ടുകൂടി അപായ സൂചന കണ്ടാൽ ചീറ്റുകയും ചെയ്യുന്ന, വിവിധ സ്ഥലങ്ങളിൽ ചേനത്തണ്ടൻ, വട്ടക്കൂറ, ചട്ടിത്തലയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അണലിയെ പെരുമ്പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ച് അപകടം സംഭവിച്ച കഥകൾ നമ്മൾ കേട്ടിരിക്കും. ഇത്തരത്തിൽ വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് ഇന്ത്യയിൽ ഓരോ വർഷവും ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പാമ്പുകളുടെ സാന്നിധ്യത്തിൽ അവയെ തിരിച്ചറിഞ്ഞ് പെരുമാറിയാൽ ഒരു പരിധിയോളം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പാമ്പുകൾക്ക് കൺപോളകളില്ല. പുറമെ ചില്ല് പോലുള്ള സുതാര്യമായ ഒരു ആവരണമാണ് ഉണ്ടാവുക. നല്ല കാഴ്ചശക്തി ഉണ്ടെങ്കിലും പാമ്പുകൾക്ക് ഇനമനുസരിച്ച് ചെറിയ ദൂരം വരെയേ കാഴ്ച ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാഴ്ചയേക്കാൾ മണത്തെയാണ് ഇവർ നിലനിൽപ്പിനായി ആശ്രയിക്കുന്നത്. പാമ്പുകളെല്ലാം തന്നെ മണം പിടിക്കുന്നത് നാക്കുകൊണ്ടാണ്. ശ്വാസോച്ഛ്വാസത്തിനു വേണ്ടി മാത്രമേ മൂക്ക് ഉപയോഗിക്കുകയുള്ളൂ. ബാഹ്യകർണമില്ലാത്ത ഇവർ തറയിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങൾ താടിയെല്ലു വഴി ആന്തരിക കർണത്തിലെത്തിച്ചാണ് കേൾവി സാധ്യമാക്കുന്നത്. കൗതുകകരമായ ഒരു കാര്യം, മറ്റു രാജ്യങ്ങളിൽ എന്ന പോലെ കേരളത്തിലും ഇപ്പോൾ പെരുമ്പാമ്പുകളെ പെറ്റായി വീട്ടിൽ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. തൂക്കത്തിനും പ്രായത്തിനും ഇനത്തിനും അനുസരിച്ച് ഇവർക്ക് ലക്ഷങ്ങളാണ് വില ഈടാക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത, വിവേചന ബുദ്ധി ഇല്ലാത്ത ഒരു ജീവിയാണ് പാമ്പുകൾ. ഇണചേരുക, ഇരയെ തേടുക, മുട്ടയിടുക അല്ലെങ്കിൽ പ്രസവിക്കുക, സ്വന്തം വാസസ്ഥലങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുക, ഇതിൽ കൂടുതലൊന്നും പാമ്പുകളുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ചൈന, വിയറ്റ്നാം, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പെരുമ്പാമ്പുകൾ ഉൾപ്പെടെ ഉള്ള ഉരഗങ്ങളെ ഫാം വഴി ഉൽപ്പാദിപ്പിക്കുന്നതും ഭക്ഷണമാക്കുന്നതും വ്യാപകമാണ്. നമ്മുടെ നാട്ടിലും പെരുമ്പാമ്പുകളെ കൊന്നു തിന്നുന്ന പ്രവണത ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ഭാവിയിൽ പെരുമ്പാമ്പിന്റെ മാംസം മറ്റു രാജ്യങ്ങളിലും സർവ്വസാധാരണമായി മാറുമെന്ന് ഒരു കൂട്ടം ഗവേഷകർ പ്രവചിക്കുന്നുണ്ട്. ലോകത്തിൽ ഏകദേശം 41 ഇനം പെരുമ്പാമ്പുകൾ ഉണ്ടത്രേ. 20 വർഷത്തിനു മീതെ ആയുസ്സുള്ള ഇവർ ഇറച്ചി, നെയ്, തോൽ എന്നിവയ്ക്ക് വേണ്ടിയുള്ള വേട്ടയാടൽ കൊണ്ടും വിപരീത കാലാവസ്ഥ, അഭയകേന്ദ്രങ്ങളുടെ അഭാവം, അന്തരീക്ഷത്തിലെ മാറ്റം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയാണ്. പെരുമ്പാമ്പുകളെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ചെയ്യുന്ന കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ച് 3 വർഷം മുതൽ 7 വർഷം വരെ തടവും 25,000 തൊട്ട് 1,00,000 വരെ രൂപ പിഴയും ഈടാക്കുന്നതാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ചില ദേശീയ പാർക്കിലും വന്യജീവി സങ്കേതത്തിലും പെരുമ്പാമ്പുകളെ സംരക്ഷിച്ചു വരുന്നുണ്ട്.